ഈ ഇടയ്ക്ക് ഞാനൊരു പരസ്യം ശ്രദ്ധിച്ചായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഏതോ ഒരു ലിക്വർ ബ്രാൻഡിൻ്റെ സർഗറ്റ് അഡ്വർടൈസിംഗ് ആണ്. അതിൽ ഒരു കൂട്ടം സ്ത്രീകളും ഒരു കൂട്ടം പുരുഷന്മാരും ഒക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയും ചീട്ടളിക്കുകയും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ത്രീ ചോദിക്കും, അല്ല ഒരു ആൾ ചോദിക്കും, അങ്ങനെ ഞങ്ങളെപ്പോലുള്ള അറ്റ് ഹോം ഹസ്ബൻഡ്സിനെ നിങ്ങൾ എന്ത് വിളിക്കും എന്നങ്ങൾ ചോദിക്കും. അപ്പം മറ്റൊരു പെണ്ണ് പറയും, വി കോൾ യു ബൂമേഴ്സ് എന്നോ അങ്ങനെ എന്തോ പറയും. അങ്ങനെ എൻ്റെ ഓർമ്മ ഞാൻ ഓർത്തെടുക്കുവാണ്, തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു സ്ത്രീ ഇരിപ്പുണ്ട്. അപ്പം ആ സ്ത്രീ ഒരു ഫാദർ ഇൻ ലോയോ, ഒരു ഫാദർ ഫിഗർ കണക്കുള്ള ആളത് ചോദിക്കും, കുട്ടികൾ വേണ്ടാത്ത വിമൻ എന്ത് വിളിക്കുമെന്ന് ചോദിക്കും. അപ്പം ആ ഫാദർലി ഫിഗർ പറയും, വി കോൾ ഇറ്റ് യുവർ ചോയ്സ്. അത് ചോയ്സിൻ്റെ വിഷയം. ഇനി മദർഹുഡ് അല്ലെങ്കിൽ ഫാദർഹുഡ് അല്ലെങ്കിൽ പേരൻറ്ഹുഡ് എന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസോടെ കണക്റ്റഡുമാണ്. ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി, ചോയ്സ് കൂടാതെ ഹെൽത്ത് ഇഷ്യൂസും അതിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമാണല്ലോ. അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന പ്രമേയമുള്ള ഒരു സിനിമയാണ് ഞാൻ ഇന്ന് കണ്ടത്, വിശേഷം. ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ആനന്ദ് മധുസൂദനൻ, ചിന്നു ചാന്ദിനി, PP കുഞ്ഞികൃഷ്ണൻ, അൽത്താഫ്, ഒരു പ്രമുഖ സംവിധായകൻ്റെ ക്യാമിയോ, അങ്ങനെ നല്ലൊരു സ്റ്റാർ കാസ്റ്റ്. സൂരജ് ടോമിൻ്റെ സംവിധാനം, മാളവികയുടെ എഡിറ്റിംഗ്, ആനന്ദ് മധുസൂദനൻ്റെ മ്യൂസിക്. ആനന്ദ് മധുസൂദനൻ അഭിനയിച്ചിട്ടുമുണ്ട്, നായകനായിട്ട് മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്, പശ്ചാത്തല സംഗീതവും ചെയ്തിട്ടുണ്ട്, കഥ എഴുതിയിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നു ലിറിക്സും പുള്ളിയുടെയാണെന്ന് തോന്നുന്നു. എന്തിന് പോരാത്തതിന് സ്ട്രിങ്സ് അറേഞ്ച്മെൻറ്റും പുള്ളിയുടെ ആണെന്ന് ടൈറ്റിൽസിൽ കണ്ടു. അങ്ങനെ ഒരു മൾട്ടി ടാലൻറ്റഡ് ആക്ടർ പ്രൊഫഷണൽ. പുള്ളി തന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയാമെങ്കിലും പുള്ളിയുടെ ആക്ടിംഗ് ആണ് ഇതിലെ ഒരു വീക്ക് പോയിൻ്റായിട്ടും എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് ടാലൻ്റുള്ള ആളാണെന്ന് മനസ്സിലായി, അത് പുള്ളി നല്ലൊരു ഷോക്കേസ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ മറ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള അഭിനേതാക്കളുടെ മുമ്പിൽ പുള്ളി നിഷ്ഠമായി പോയ എനിക്ക് തോന്നി. പുള്ളി ക്യൂട്ടാണ്, പുള്ളി ക്യാരക്ടറിനെ പറ്റിയ ഒരാളാണ്, ആ ക്യൂട്ട്നെസ് കൊണ്ട് പുള്ളി പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അഭിനയത്തിൽ ഭയങ്കര വീക്കായിട്ടും തോന്നി. ചിന്നു ചാന്ദിനിയാണ് പുള്ളിയുടെ ഭാര്യയായിട്ട് പുള്ളി ഭാര്യയുടെ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. ആനന്ദ് മധുസൂദനൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അയ്യോ പെട്ടെന്ന് വിട്ടുപോയി. പുള്ളിയുടെ തറവാടിൻ്റെ പേര് തൂറ്റാംപ്ലാക്കൽ എന്നാണ്. തൂറ്റാംപ്ലാക്കൽ ഹൗസ്. തൂറ്റാംപ്ലാക്കൽ ഹൗസിലെ ഈ കഥാപാത്രവും തൊഴുത്തിൽ എന്നുള്ള വീട്ടുപേരുള്ള സജിതയും, പേര് ഷിജു ഭക്തൻ. ആനന്ദ് മധുസൂദനൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഷിജു ഭക്തൻ എന്നാണ്. തൂറ്റാംപ്ലാക്കൽ ഹൗസിലെ ഷിജു ഭക്തനും തൊഴുത്തിൽ വീട്ടിലെ സജിതയും ആണ് ഒന്നിക്കുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും രണ്ടാം കല്യാണമാണ്. അപ്പം ഈ കല്യാണത്തിന് മുമ്പ് ഇവർ തമ്മിൽ കണ്ടുകൂടുന്നതിന് മുമ്പുള്ള കുറേ കാര്യങ്ങൾ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ കല്യാണം കഴിഞ്ഞ ശേഷം ഉള്ള കാര്യങ്ങൾ പിന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ തന്നെ വീതിക്കാം. ഒരുപാട് സാമൂഹികമായ കാര്യങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട് ഈ കഥയിൽ. വളരെ ഭംഗിയായിട്ട് ആനന്ദ് മധുസൂദനനും സൂരജ് ടോമും കൂടെ നല്ലപോലെ കോർത്തിണക്കി കൊണ്ടുപോകുന്നുമുണ്ട്. പക്ഷേ ഇതിൻ്റെ വീക്ക് പോയിന്റ് അഗെയിൻ ഇപ്പോൾ ഈ ആനന്ദ് മധുസൂദനൻ്റെ ആക്ടിങ് കൂടാതെ ഇടയ്ക്ക് ഒരുപാട് ക്ലീഷേഴ്സും ഒക്കെ വരുന്നുണ്ട്. ആ ഒരു എക്സിക്യൂഷൻ്റെ ഒരു വൃത്തികേട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കല്യാണ സമയത്തും ആദ്യരാത്രി സമയത്തും ഒക്കെ ഒരുപാട് അനവധി നൂറുകണക്കിന് പടങ്ങളിൽ കണ്ടിട്ടുള്ള കണക്കുള്ള ക്ലീഷേഴ്സും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതൊരു മോശം കാര്യമായിട്ട് തോന്നി. ഇതിന് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോറിയും ഇതിൻ്റെ തീമും തന്നെയാണ്. വളരെ 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 പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലൂടെ കടന്നു പോകുന്നൊരു സിനിമയാണ്. ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ഒരുപക്ഷെ നടക്കേണ്ട ഒരു മേഖല കൂടിയാണ്
ജേർണലിസ്റ്റിക്കലി ആണെങ്കിലും ആർട്ടിസ്റ്റിക്കലി ആണെങ്കിലും ഒക്കെ ഒരുപാട് സ്കോപ്പുള്ള ഒരു തീമാണ്. ഒരു പക്ഷേ റിപ്പോർട്ടറിന് ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച് ഇതിനോടനുബന്ധിച്ചുള്ളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് സീരീസ് ചെയ്യാനുള്ള സ്കോപ്പ് പോലും ഈ തീമിലുണ്ട്. ബേസിക് തീം എന്ന് വെച്ചാൽ ഫെർട്ടിലിറ്റി, അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇഷ്യൂസ്, സൈഡ് എഫക്ട്സ്, അതിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ ഫിസിക്കൽ ഇഷ്യൂസ്, മെൻ്റൽ ഇഷ്യൂസ്, ഇമോഷണൽ ഇഷ്യൂസ് ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഈ തലയിടൽ, അതായത് ഇപ്പം മദർഹുഡ് എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആണെന്ന് തന്നെ പലർക്കും അറിയത്തില്ല, പലർക്കും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും അയ്യോ ഒരുപാട് ഇപ്പം ഈ SLCക്ക് പരീക്ഷ കഴിയുന്ന ഒരാളുടെ ചോദിക്കുന്ന കണക്ക് അടുത്തെന്താ പരിപാടി, അല്ലെങ്കിൽ ഡിഗ്രി കഴിയുന്ന ആളുടെ അടുത്ത് ജോലി ആയില്ലേ, അല്ലെങ്കിൽ ജോലി ആയ ആളുടെ കല്യാണം കഴിക്കുന്നില്ലേ, കല്യാണം കഴിക്കുന്ന ആളുടെ അടുത്ത് വിശേഷങ്ങളായില്ലേ, സ്ത്രീയുടെ അടുത്തോ പുരുഷൻ്റെ അടുത്തോ, കൂടുതൽ സ്ത്രീകളാണിത് നേരിടേണ്ടി വരുന്നത്. വിശേഷങ്ങളായില്ലേ, വിശേഷമായില്ലേ, ഇനി വിശേഷമായി ഒരാൾ കുഞ്ഞ് ആയാൽ ഇപ്പോൾ ചോദിക്കും അടുത്ത ഒരു പെൺകുഞ്ഞ് വേണ്ടി, ആൺകുഞ്ഞ് വേണ്ടി, അടുത്തൊരു അനിയൻ വേണ്ടി, അനിയത്തി വേണ്ടി, കുഞ്ഞിനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമൂഹം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ. അതിലൂടെ കടന്നു പോകാത്ത ഒരു മനുഷ്യനും കേരളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിലേതെങ്കിലും ചോദ്യത്തിലൂടെ കടന്നു പോകാത്തവരാരും ഉണ്ടാവാൻ കഴിയില്ല. അപ്പോൾ സമൂഹത്തിൻ്റെ തലയിടൽ ഒന്ന്, പിന്നെ ഹെൽത്ത് സെക്ടറിൻ്റെ മുതലെടുപ്പ് വേറൊന്ന്. അങ്ങനെ അത് ശക്തമായൊരു തീം. പക്ഷേ എക്സിക്യൂഷനിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നി. പക്ഷേ ചിന്നു ചാന്ദിൻ്റെ പെർഫോമൻസ് എടുത്ത് പറഞ്ഞേ പറ്റൂ. ഇറ്റ്സ് എ പ്ലഷർ ടു വാച്ച് ഹർ ഓൺ സ്ക്രീൻ. ആ സ്ക്രീൻ പ്രസൻസ്, ചിന്നു ചാന്ദിനിയുടെ അഭിനയം കലക്കനാണ്. എല്ലാ ഇമോഷൻസും ചെയ്യുമ്പോഴും. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് കൂടി തന്നെ ആനന്ദിൻ്റെ ആക്ടിങ് വളരെ വീക്കായിട്ട് തോന്നും. കാരണം ചിന്നു ചാന്ദിനി അത്ര ഗംഭീരമായിട്ടാണ് ആ കഥാപാത്രത്തെ അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ എക്സിക്യൂഷനിലെ കുഴപ്പങ്ങൾ ഭയങ്കര ഇതായിട്ട് തോന്നി. അതുകൊണ്ട് ക്ലൈമാക്സ് ഒരു റെവല്യൂഷണറി ക്ലൈമാക്സ് അല്ല, ഒരു ഫീൽ ഗുഡ് ക്ലൈമാക്സ് ആണ്. പിന്നെ കുറേ പോസിറ്റീവ് എലമെൻറ്റ്സ് ഉണ്ട് പടത്തിന്. നമുക്ക് കാണുമ്പോൾ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് പോസിറ്റീവ് എലമെൻറ്റ്സ് ഉണ്ട്. എങ്കിലും എവിടേക്കോ ചില എക്സിക്യൂഷൻ പ്രോബ്ലംസ് ഉണ്ട്. വളരെ നല്ല സിനിമ ആകാൻ പറ്റുമായിരുന്ന സിനിമ കുറച്ച് ഫിസിൽ ഔട്ടായി എനിക്ക് തോന്നി. ഐ എം ഗോയിങ് വിത്ത് 3 out of 5 for Vishesham, and a double clap for Chinnu Chandani. Thanks for watching.